മുഹമ്മദ് മുസ്ലിയാർ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഓമാനൂർ ശ്രോതാക്കളുടെ പേരിലുള്ള ഒരു മാലപ്പാട്ടുണ്ട്, കിസ്സപ്പാട്ടുണ്ട്. അതിൽ എന്താ പറയുന്നത് നോക്ക് നിങ്ങൾ. അതിശയാരണ കേസരികളുടെ ചരിത്രത്തെ അധികമായി നമുക്കൊന്നും ലഭിച്ചിട്ടില്ല. നീട്ടി പറയാനുള്ള ജ്ഞാനം അറിയുന്ന ജനങ്ങളിൽ ജമാനിലില്ല. ഭയങ്കര രണകേസരികളാണ് ഓമാനൂർ ശുഹദാക്കള്. അതുകൊണ്ട് അവരെ കഥ അധികമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നീട്ടി പറയാൻ പറ്റിയ ആൾക്കാർ ഈ ജമാനിലില്ലാന്നാ ആ കിട്ടിയ രൂപത്തിൽ മൂപ്പര് പറയാണ്. ഇല്ലെങ്കിലും പതിവോമാരായികൾ ചെയ്തായൊരു മുപ്പേരാ അള്ളാവിൻ കൃപ ലഭിച്ചോരാമലി ഹസൻ കുലത്തിൽ ജനിച്ചോരാം. ഭയങ്കര തറവാടികളാണ് ഇവര്. അലി ഹസൻ കുലത്തിൽ ജനിച്ചവരാണ്, ഭയങ്കര കാര്യപ്പെട്ട ആൾക്കാരാണെന്നൊക്കെ പറയണം. എന്നിട്ടോ അവരെ സിഫാത്ത് ഇഞ്ഞും കഴിഞ്ഞിട്ടില്ല. കൊല്ലുന്ന സിംഹച്ചോടിയും ശുജാഅത്തെ കുഞ്ഞാലി എന്ന പ്രസിദ്ധര് ഒന്നാമത്തെ വെല്ലും ചെറുപ്പപ്രായത്തിൽ മികവുത്തെ ഭീകരനാം കുഞ്ഞിപ്പോക്കര് ഈസ് മൊത്തെ മൂന്നാമൻ മൊയ്തീനൊന്നാമം. അതിൽ പങ്കെടുത്ത ആൾക്കാരെ ശുജാഅത്തും പേരുമാണ് ഈ പറഞ്ഞത്. ഇനി എന്തുകൊണ്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ കേട്ടോളി. അന്നവരിൽ വന്ന മട്ടാനെ യുദ്ധം നിർബന്ധമായതിൽ പെട്ടാനെ കന്നം ഹിന്ദുക്കൾ വന്നിട്ടാനെ കണ്ട വീടും മറ്റും എരിത്തിട്ടാനെ. അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ചെറിയ ഒരു സംഘടന ഉണ്ടായി എന്നാണ് ചുരുക്കം. ഇനി എന്താ കാരണം എന്ന് പറയാം. എന്നതിൻ കാരണമുണ്ടായ കാലത്ത് എന്നും എമ്പും പൂശായിലെന്നൊരു ദേശത്ത് അന്ന് സ്വരൂപക്കുലത്തിൽ പ്രകാശിത്തെ അമ്മാളു അമ്മ എന്നൊരു ഓമന നാമത്തെ നാട്ടോടെ കേളി കേട്ടോളാം. കാരണക്കാരി അമ്മാളമ്മയാണ്. നാട്ടിൽ ഭയങ്കര പേരുള്ള സ്ത്രീയാണെന്നാ പറഞ്ഞത്. ഇനി അമ്മാളമ്മന്റെ ചെറിയൊരു വിശദീകരണ മൈക്ക വേണമെങ്കിൽ ഒന്ന് ഒച്ച ഉറച്ചാളി. കേട്ടവൾ പങ്കജപ്പൂ പോലെ ഹേമ ചുണ്ടും ചിരിയും മഴകാലെ മൊട്ട് മലർന്ന പൂ പോലെ മുഖം ചെപ്പ് പതിച്ച സ്തനമാലേ കട്ടിയടിത്താഴം ചന്തി കുലുക്കിട്ട് കൈവീശി അന്ന നടത്തം നടന്നിട്ട് കുട്ടിഗജത്തിനു വട്ടം ധരിത്തിട്ട കുട്ടിഗജത്തിനു പട്ടം ധരിത്തിട്ട കൊഞ്ചിക്കുഴഞ്ഞു വരുന്നത് കണ്ടിട്ട് പെട്ടാളും യസ് വിട്ടാളും. ഞാൻ ഒന്നും പറഞ്ഞില്ല, യസ് വിട്ടിക്കണ്. ആര് കണ്ടാലും യസ് വിടും എന്നാ പറഞ്ഞത്. അപ്പൊ ഈ അമ്മാളും അമ്മനേറ്റുണ്ടായ ഒരു കേസാണത്. ശുഹദാക്കള് എന്ന് പറയുന്നവരേറ്റ് ഉണ്ടായ ഒരു അടിപിടി കേസ്. നേർക്ക് നേരെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിർത്തിയ നമ്പൂരിയച്ചൻ കീറിട്ട് വേറിട്ടാൻ തല്ലാൻ കാരണം ഉണ്ടായി. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. തല്ല് കൊണ്ടോലെ പറ്റിയൊന്നും നമ്മൾ മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല. കാരണം എസ് വിട്ടാളും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഓലെ കുഴപ്പമില്ല. എന്തായാലും ആട്ടെ, നിർന്നൽക്ക് തല്ല് കിട്ടി. ഓല് മൗത്തായി എന്ന് പറയണ്ട. കാരണം അടിച്ചത് മറ്റോലും മരിച്ചത് നമ്മളുവാണെങ്കിൽ പിന്നെ ചെയ്ത് അല്ലാണ്ട് വേറെ എന്താ പറയാൻ പറ്റുക. അങ്ങനെയാണ് ചെയ്തായി. ഇനി അവർ മോശക്കാരാന്ന് അതുകൊണ്ട് ഇപ്പം നമ്മൾ വിലയിരുത്തണില്ല കേട്ടോ, അത് വേറൊരു കാര്യം. അതുകൊണ്ട് അവർ മോശക്കാരാന്നൊന്നും നമ്മൾ വിലയിരുത്തേണ്ട, അത് പടച്ചോൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർ ഉഹ്റവിയായ കാര്യമാണ്. നമുക്ക് അതങ്ങ് വിടാം. മർമ്മപ്രധാനമായ ഒരു വിഷയം, ഒന്നുപോലെ എങ്ങനെ ഷഹീദായി, ഒന്ന് തലക്കടി കൊണ്ടപ്പോൾ ആള് മരിച്ചു. അപ്പൊ സ്വന്തം നിർന്തൽക്ക് ഒരു അടി വന്നപ്പോൾ അത് തടുക്കാൻ പറ്റാതെ മരിച്ചതാണ്. ഷഹീദാകാൻ പൂതിണ്ടായിട്ട് ഷഹീദായതല്ല. മനസ്സിലായില്ലേ? ആ ആളുകളെ വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. എന്ത്? ഞങ്ങൾക്ക് വയറ്റി നോക്കുണ്ടാവും, നിങ്ങൾ സുഖമാക്കി തരണം. അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈകും ബിൽ ഇഗാസതി സായിലീനാ അഗീസുനാ ഇദ ഇസ്തദ്ദത് അലൈനൽ
കറായിബു ലൈസ ഫീനാ മൻ യഖീനാ. അയാ ശുഹദാ, അല്ലയോ മാനു ശുഹദാക്കളെ, ഇന്നാ ഖദ് ഖസദ്നാ, നിങ്ങളെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചു വന്നിരിക്കുന്നത്, ഇലൈക്കും ബിൽ ഇഗാസത്തി സായിലീനാ, നിങ്ങളുടെ സഹായം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അഗീസൂന ഇദസ്തദ്ദത് അലൈനൽ കറായിബു ലൈസ ഫീനാ മൻ യഖീനാ. അതുകൊണ്ട് ഞങ്ങളുടെ മേൽ കാലവിപത്തുക്കൾ ഗുരുതരമായി സംഭവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് വാമാനു ശുഹദാക്കളെ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാമാനു ശുഹദാക്കളുടെ പേരിൽ നമ്മൾ നേർച്ച കഴിക്കുന്നു, മൗലൂദ് ഓതുന്നു, അവരോട് സഹായം തേടുന്നു. ഇത് ശരിയോ തെറ്റോ? ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? പടച്ച റബ്ബിനോട് മാത്രമാണ്. ഖുർആനിൽ 25 പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ പ്രവാചകൻ പോലും മുമ്പ് കഴിഞ്ഞുപോയ മറ്റൊരു പ്രവാചകന്റെ പേര് വിളിച്ച് ആ മരിച്ചുപോയ മഹാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. ആദം നബി തെറ്റ് ചെയ്തപ്പോ റബ്ബനാ വലംനാ എന്നാ പറഞ്ഞത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോഴോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, റബ്ബിനോടാ പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബി റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മൗലിദുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വേറെ ഒരു ശിർക്കിന്റെ തലങ്ങളിലേക്കാണ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നവർ ചിന്തിക്കുക, ചെയ്യുന്നത് ശരിയാണോ എന്ന്. ബാക്കി നിങ്ങൾക്ക് വിട്ടു തന്നു. എന്നോട് മാലപ്പാട്ടും കൂടെ കുറച്ച് പാടണമെന്ന് പറഞ്ഞിരുന്നു. സഹോദരന്മാരെ, സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ഒരു ചെറിയ ഒരു എത്തിനോട്ടം മാത്രം നടത്താനുള്ള സമയം നമുക്കുള്ളൂ. എങ്ങനെ മാലപ്പാട്ടുകൾ സമൂഹത്തിൽ സ്ഥാനം പിടിച്ചത് മൗലൂദും കിതാബിൽ ഇതാ ഇപ്പോൾ 155 വക മൗലൂദാ. അതിൻ്റെ പക്കത്തും നടുവിലും താഴത്തും മേലെയൊക്കെ കൂടെ ആയിട്ട് 155 ഏടുകൾ എഴുതി ചേർത്തിരിക്കുകയാണ്. നമ്മളെ മുസ്ലിയാക്കന്മാർ ശരി വെച്ചിരിക്കുന്നു. ആ ശരി വെച്ച കൂട്ടത്തിൽ ഇതൊക്കെ പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മുയ്യദ്ദീൻ മൗലൂദുണ്ട്, ബദർ മൗലൂദുണ്ട്, മുയ്യദ്ദീൻ മാലുണ്ട്, റിഫായി മാലുണ്ട്. ഇതൊക്കെ ചൊല്ലിയ ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളുടെ ആ ക്ലിപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 90 വയസ്സായ എൻ്റെ വല്യമ്മ ഇത് ഓതിയിട്ടാണ് മരിച്ചത്, ഓല കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? 90 വയസ്സായ വല്യമ്മ ഇത് തെറ്റാണോ ശരിയാണോ? ഞങ്ങളതാ പറയുന്നത്. അതിൽ മറുപടി അത് തെറ്റാണ്. അതെ, അതിന് മറുപടിയാ പറയുന്നത്. ഇത് ഇറക്കിയത് അഷ്റഫി ബുക്ക് സെന്റർ തിരുവനന്തപുരം, ഒരു സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലല്ല സുന്നികളുടെ സ്ഥാപനം. നിങ്ങൾ ഇടപെടരുത്. നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നു സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതിലെന്തൊക്കെയാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം, അത് നമുക്ക് ഉറപ്പുള്ളതാണ്. മറ്റത് അതിലെന്തൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത് അല്ല, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ നുണകൾ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. നമുക്ക് കുറേ കാണാൻ നേരമില്ല. ഇനിയും വളരെ രസകരമായ കുറേ രംഗങ്ങളുണ്ട് അതിൽ. ഇത് വല്ലാത്തൊരു ഇടങ്ങാറില്ല പെട്ടത്. 90 വയസ്സായ വല്യമ്മതേന്ന് ഓതിന് ഇതിപ്പോൾ ശരിയല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. അത് ശരിയാണോ അല്ലേന്ന് ഇപ്പം പറയാൻ പറ്റൂല, തീരുമാനിച്ചിട്ട് പറയാം. ഇന്നെന്താണ് കീറിക്കളയാൻ പറ്റൂല. എന്താ ഇപ്പം കട്ട, പിന്നെ കുഴച്ച് തിന്നേ കീറാനും പറ്റൂല. എന്നിട്ട് ആ സാധു പറഞ്ഞിട്ടുണ്ട് ഇത് ഇഞ്ഞി കൊണ്ടേ ചെഞ്ഞുന്ത് വല്യമ്മ ചെല്ലൂലേ. വല്യമ്മ ഇപ്പം ഏതാചന. അപ്പോൾ മറ്റേ ആളെ മറുപടി, അതിന് വല്യമ്മ ഈ തെറ്റെന്നെ ചെല്ലാം, നിങ്ങൾക്ക് എന്താ ഇത്ര ഇത്, വല്യമ്മ ചെല്ലണത് നല്ലതായിക്കൂടെ? അങ്ങനെയുണ്ട്. എന്നാലും ചെല്ലിച്ചോട്ടെ തന്നെ. നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല എന്ന് പറയാൻ വയ്യ, നല്ലതാണോ എന്ന് പറയാൻ വിടണില്ല.
ഇതുവരെ തീരുമാനം ആയിട്ടില്ല. കടത്തി കൂട്ടിയിട്ടുണ്ട് ജനങ്ങളെ 1000 കുതിരശക്തിയിൽ പറയണമുണ്ട്. ആൾക്കാരിപ്പോൾ അതൊന്നും ചെല്ലിക്കണ് ഇവിടെ വല്ലാത്ത. എവിടെ ഈ കുതിരശക്തിയൊക്കെ ലീക്കായിപ്പോയി നമുക്ക് മനസ്സിലാവില്ല. കാര്യമില്ല, വെറുതെ ജനങ്ങളെ പൊട്ടീസാക്കിയിട്ട് കാര്യമില്ല. മമ്പുറം തങ്ങളെ പേർക്ക് കറാമത്ത് ഇപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുയ്യദ്ദീൻ ഷേഖോ റിഫായി ഷേഖോ മമ്പുറം തങ്ങളോ ഇനിയിപ്പോൾ ഓമാനു ശുഹദാക്കൾ തന്നെയുമോ ആരെങ്കിലും മോശക്കാരാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് പറയാനും പറ്റൂല. അവരൊക്കെ ഒരു പക്ഷേ നമ്മളെക്കാൾ എത്രയോ വലിയവരും